കുട്ടിക്ക് ഇത്ര മാസം പ്രായമാകുമ്പോൾ പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയാനും മാത്രം അവയർനെസ് ഉള്ള ഒരു മദർ അല്ല ഞാൻ. പിന്നെ ഞാൻ എന്തിനാ ഇതിവിടെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ലൈഫിലെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് എൻ്റെ കുട്ടി പ്രോപ്പറായി ഇരിക്കാനായിട്ട് ശീലിച്ച ശേഷം ഞാൻ വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ലവ് ലാപ്പിൻ്റെ പോട്ടി ട്രെയിനിങ് സീറ്റ് എന്ന് പറയുന്നത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്, നമ്മുടെ ഈ ഒരു പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് അവൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചിട്ട് വാങ്ങിച്ചതിൻ്റെ പിറ്റേ ദിവസം മുതൽ അവൾ ഇതിലാണ് അവളുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള അർത്ഥമൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഇരുത്തി ശീലിപ്പിച്ച് അവൾക്കത് യൂസ്ഡ് ആയി തുടങ്ങുമ്പോഴത്തേക്കും അവൾക്ക് മനസ്സിലാവും ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത്. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കുഞ്ഞുങ്ങളുടെ കാര്യമാകുമ്പോഴത്തേക്കും നമ്മൾ മിഡിൽ ക്ലാസ് മദേഴ്സ് രണ്ട് കാര്യങ്ങളിൽ ഭയങ്കര കൺസേൺ ആയിരിക്കും. ഒന്ന് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, അതേപോലെ തന്നെ പ്രോഡക്റ്റിന്റെ വില. ഞാൻ ഓൺലൈൻ ഷോപ്പുകളിലും ഓഫ്ലൈൻ ഷോപ്പുകളിലും ഈ ഒരു പ്രോഡക്റ്റിന്റെ വിലയെ പറ്റി തിരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളതിൽ എനിക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നുന്നത് ലവ് ലാപ്പിന്റെ ഈ ഒരു പ്രോഡക്റ്റ് ആണ്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഏകദേശം ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 600 സംതിങ് എന്തോ ആയിരുന്നു. ബാക്കിയൊക്കെ ഞാൻ നോക്കിയപ്പോൾ 1000 എബോ ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുവിധം സമുദ്രയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ ലവ് ലാപ്പിന്റെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു പോട്ടി ട്രെയിനിങ് സീറ്റിന്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് താഴെ ഗ്രിപ്പ് കുറവായതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഇങ്ങോട്ടേക്ക് വീഴാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. നമ്മളപ്പം കെയർഫുൾ ആയിട്ട് തന്നെ ഇവരെ പിടിച്ചുകൊണ്ട് തന്നെ ഇതിലിരുത്തേണ്ട ഒരു സിറ്റുവേഷൻ ആണുള്ളത്. ഈ ഒരു കാര്യം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിന് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ശരിക്കും വേർത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക, എന്നിട്ട് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.